നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ പിക്കപ്പ് വാനിലിടിച്ച് ഒരാൾ മരിച്ചു. ആളൂർ വെള്ളാഞ്ചിയിൽ വീട് കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. ഓട്ട് കമ്പനി തൊഴിലാളികളുടെ ബോണസ് ചർച്ചയിൽ തീരുമാനമായില്ല. ലേബർ ഓഫീസർ ചർച്ച മാറ്റിവെച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ഒരുക്കിയത് ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച്. വാർത്തകൾ വിശദമായി. ചേലക്കരയിൽ റോഡിലേക്ക് തെരുവുനായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. തോന്നൂർക്കാര UP സ്കൂൾ ജീവനക്കാരനായ ഇടപ്പാടത്ത് വീട്ടിൽ നാരായണൻകുട്ടിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ചേലക്കര സെന്റ് ജോർജ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ചേലക്കരയിൽ നിന്നും തോന്നൂർക്കരയിലേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന നാരായണൻകുട്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ നാട്ടുകാർ ചേർന്ന് നാരായണൻകുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിൽ വീട് കത്തി നശിച്ചു. ആച്ചാണ്ടി ഷൈജു ഫ്രാൻസിസിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് കത്തി നശിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10:45 സംഭവം. സംഭവ സമയത്ത് വീട്ടുകാർ ഇല്ലാതിരുന്നതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ചാലക്കുടി അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലയിലെ ഓട്ട് കമ്പനി തൊഴിലാളികളുടെ ബോണസ് നിശ്ചയിക്കുന്നതിന് വേണ്ടി ജില്ലാ ലേബർ ഓഫീസർ MM ജോബിൻ വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. 20% ബോണസ് വേണമെന്ന നിലപാടിൽ യൂണിയനുകളും മിനിമം ബോണസ് മാത്രമേ നൽകാനാകൂ എന്ന് ഉടമകളും ഉറച്ചുനിന്നതോടെ ലേബർ ഓഫീസർ ചർച്ച മാറ്റിവെക്കുകയായിരുന്നു. ഓഗസ്റ്റ് 10 വീണ്ടും ചർച്ച നടക്കും. തൊഴിലാളികൾക്ക് വേണ്ടി AV ചന്ദ്രൻ, NN ദിവാകരൻ, ആന്റണി കുറ്റുകാരൻ, PG മോഹനൻ, KM അക്ബർ, P ഗോപിനാഥൻ എന്നിവരും ഉടമകൾക്ക് വേണ്ടി സെൻട്രൽ കേരള ടൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് J മന്നലി, സെക്രട്ടറി MK സന്തോഷ്, ട്രഷറർ രാമദാസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷ സുഹറ മജീദ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി SHO മനോജ് മുഖ്യാതിഥിയായി. ഇരിങ്ങാലക്കുട ECO വിമുക്തി കോർഡിനേറ്റർ TK സന്തോഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KS ജിഷാദ്, ലില്ലി ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ബഷീർ, ബിന്ദു പ്രിയൻ, CDS ചെയർപേഴ്സൺ അശ്വതി ഷൈജു, പഞ്ചായത്ത് സെക്രട്ടറി B ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു. ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഓരോ പ്രദേശത്തും ലഹരി വിമുക്തമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ അണിചേർന്നുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഇത്തരം ഒരു ജീവിതത്തിന്റെ നാനാതുറകളിൽ നിങ്ങൾ എങ്ങനെ പെരുമാറണം, നിങ്ങളുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സന്തോഷ് സാർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലവിലും നമ്മളത് ആ ഒരു നിരീക്ഷണം, നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മളെ ചിലരൊക്കെ വേറെ തെറ്റായ രീതിയിൽ നമ്മളെ സമീപിക്കുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഓരോ വിദ്യാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ നമ്മൾ നല്ല കൂട്ടുകാരെ അതേപോലെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മദ്യം ഉപയോഗിക്കുമ്പോഴോ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴോ നമുക്ക് സ്ഥിരമായ ഒരു സന്തോഷം ലഭിക്കുന്നില്ല. അതെന്താണ്? താൽക്കാലികമാണ്. ഇതൊക്കെ താൽക്കാലികമാണ്. അപ്പൊ നാം മനസ്സിലാക്കുക, സന്തോഷമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു തൃപ്തി മദ്യം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കൊച്ചു മക്കളായ നമ്മൾ എന്ത് ചെയ്യണം? തൃപ്തിയും സന്തോഷമുള്ള ഒരു ജീവിതം നമ്മൾക്കുണ്ടാവണം. ഒപ്പം ലഹരി എന്ന വസ്തുവിനെ കുറിച്ചുള്ള അതിനെ അകറ്റി നിർത്തുവാനുള്ള ഒരു ബോധം സദാസമയം നമ്മൾ ഉയർന്നിരിക്കണം. ലഹരിയെ അകറ്റി നിർത്തുക, നമ്മുടെ ജീവിതത്തിൽ നാളെ ബാധ്യതയാവാൻ സാധ്യതയുള്ള
ലഹരി എന്ന ഉപയോഗ വസ്തുക്കളെ അകറ്റി നിർത്തുവാനുള്ള ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. കൊടകര ടൗണിൽ വർഷങ്ങളായി തകരാറിൽ കിടക്കുന്ന IP ടോയ്ലറ്റുകൾ പ്രവർത്തന സജ്ജമാകുന്നു. ടൗണിൽ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തത് ദുരിതമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ IP ടോയ്ലറ്റുകൾ പ്രവർത്തന സജ്ജമാക്കുന്നത്. സമയോചിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതിനാൽ ഉപയോഗ യോഗ്യമല്ലാതായ IP ടോയ്ലറ്റുകൾ ഏതാനും നാളുകളായി കൊടകര ടൗണിലെ നോക്കുകുത്തികളായി നിലകൊള്ളുകയായിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ IP ടോയ്ലറ്റുകൾ വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് അധികൃതർ. നേരത്തെ നാണയമിട്ടാൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ടോയ്ലറ്റുകൾ ഇനി സൗജന്യമായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ നവീകരിച്ചിട്ടുള്ളത്. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗണിനോട് കേന്ദ്രീകരിച്ച് 3 ടോയ്ലറ്റുകൾ ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുകയുണ്ടായി. ഏകദേശം ഒരു 3-4 വർഷങ്ങളായിട്ട് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞെടുക്കുകയാണ്. എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ടോയ്ലറ്റ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കിടന്നിരുന്ന ടോയ്ലറ്റിന് വൈദ്യുതി ബന്ധം ഏർപ്പെടുത്തുകയും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് പൈസ അടച്ചത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ കുറച്ച് അറ്റകുറ്റപ്പണികൾ അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് അതിന് ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു മിനുക്കുപണികളോട് കൂടി കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ കൊടകരയിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. 2017 ജില്ലയിൽ ആദ്യമായി കൊടകര ടൗണിൽ ഇന്റലിജന്റ് പബ്ലിക് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷൻ, ഗാന്ധിനഗർ ജംഗ്ഷൻ, ഡോൺ ബോസ്കോ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട IP ടോയ്ലറ്റുകൾ 2017 ഗാന്ധി ജയന്തി ദിനത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ A. കൗശികനാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. വെള്ളവും വൈദ്യുതിയും മറ്റു സംവിധാനങ്ങളോടും കൂടിയ IP ടോയ്ലറ്റുകളിൽ 2 രൂപ, 5 രൂപ എന്നിങ്ങനെ നാണയങ്ങളിട്ട് പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനാകുന്ന തരത്തിലാണ് ഒരുക്കിയിരുന്നത്. സ്ത്രീകൾക്ക് ആവശ്യമായ സുരക്ഷയും സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിരുന്നു. പദ്ധതി ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും പ്രയോജനപ്പെടുത്തി 19.25 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു അന്ന് 3 ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. വർഷങ്ങളോളം സുഗമമായി പ്രവർത്തിച്ച IP ടോയ്ലറ്റുകൾ പിന്നീട് തകരാറിലാവുകയായിരുന്നു. വൈദ്യുതി ഇല്ലെങ്കിലും ഉപയോഗിക്കാനാവുന്ന തരത്തിൽ നവീകരിച്ചാണ് ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റുകൾ തുറന്നുകൊടുക്കുന്നത്. കൊടകര പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി ബോട്ടിൽ ബൂത്തുകളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ TS അഭിലാഷ്, T വിനയൻ, മിനി ദാസൻ, CDS ചെയർപേഴ്സൺ അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിജോ, ആശ, ഗിരിജ ശ്യാംകുമാർ, ജിൻസി റാഫേൽ, ദിവ്യ ഷിജു, ലിൻഡോ കരുത്തി, സുമി ബിജു, വിദ്യ സുനിൽകുമാർ, ബിജി ഡേവിസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൻ ദേവസി, VO സുമ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഹഫ്സ ഷാജഹാൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കോപ്ലിപ്പാടം സെന്റ് ആൻഡ് CLP സ്കൂളിൽ വിദ്യാർത്ഥികളിൽ ജൈവ കൃഷിയോടുള്ള താൽപര്യവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജൈവകൃഷി പദ്ധതിക്ക് തുടക്കമായി. സാമൂഹ്യ പ്രവർത്തന താൽപര്യനും കർഷകനും മുൻ PT അംഗവുമായ ശശി ആര്യാടൻ മുന്നോട്ടുവെച്ച ജൈവകൃഷി എന്ന ആശയമാണ് പദ്ധതിക്ക് പ്രചോദനമായത്. ജൈവ കർഷകനായ TP വിനയന്റെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ കരോളിന്റെ മേൽനോട്ടത്തിലും PTA MPTA ഭാരവാഹികളുടെ സഹകരണത്തോടെയുമാണ് വിദ്യാർത്ഥികൾ ജൈവകൃഷിക്ക് തുടക്കം കുറിച്ചത്. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തുന്നതിനും വിഷരഹിത ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും പ്രകൃതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും അറസ്റ്റിൽ. ചാഴൂർ കാനിരിച്ചുവട് പണ്ടാത്തറ വീട്ടിൽ ഷൈബിൻ, ചെമ്മാപ്പിള്ളി കായംപിള്ളി ആൽക്കൊരബി വീട്ടിൽ അനീഷ് എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഷൈബിൻ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. പെരിങ്ങോട്ടുകര കൊട്ടേക്കാട്ട് ഭഗവതി ക്ഷേത്രം, ചാഴൂർ വപ്പുഴ ചുള്ളിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഇവർ മോഷണം നടത്തിയത്. മോഷ്ടിച്ച മുതലുകൾ അനീഷിന്റെ സഹായത്തോടെ ഓട്ടോറിക്ഷയിലാണ് കടത്തിക്കൊണ്ടുപോയത്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലും മറ്റ് സ്റ്റേഷനുകളിലും നടന്നിട്ടുള്ള വിവിധ മോഷണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോയെന്ന്
എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറസ്റ്റിലായ ഷൈബിൻ ഒരു കവർച്ചാ കേസ്, വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീക്ക് മാനഹാനി വരുത്തിയ കേസ്, മറ്റൊരു മോഷണ കേസ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസ് എന്നിവയുൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സൺ, SIമാരായ കൊച്ചുമോൻ, റിജി, SCPO അർജുൻ, CPOമാരായ അനൂപ്, ധനേഷ്, ഷാജി, അംജിത്ത്, ഗോപൻകുമാർ, സമീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ UNAയുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ സമരം ശക്തമാക്കി. വെള്ളിയാഴ്ച ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. വ്യാഴാഴ്ച രാത്രി മുതൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച ലേബർ ഓഫീസർ നടത്തി ഇടപെടൽ പരാജയപ്പെട്ടതോടെയാണ് ഉപരോധം ആരംഭിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിലാണ് നഴ്സുമാർ. സമരം 116 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് അസോസിയേഷൻ ആരോപിച്ചു. പുതുയുഗയാത്രയിൽ ലോട്ടറി തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ഭത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയുമാണ് അനുവദിച്ചത്. തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഭത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയുമാണ് അനുവദിച്ചത്. മുൻ വർഷത്തേക്കാൾ 1000 രൂപ വീതമാണ് ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പെൻഷൻകാർക്കും ഇത്തവണ വർദ്ധിപ്പിച്ചു നൽകിയത്. ഇതിനായി 26,47,11,250 രൂപ അനുവദിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഏജന്റുമാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ തുക വർദ്ധിപ്പിക്കുന്നത്. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ 26,980 സജീവ അംഗങ്ങൾക്കും 9,345 പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റൂട്ടിലെ പന്നിത്തടം സെന്ററിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ പിക്കപ്പ് വണ്ടിയിൽ നിന്ന് 18 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ ലോറിയിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് ലോറി പന്നിത്തടം സെന്റർ വെച്ച് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തലക്കീഴായി മറിയുകയായിരുന്നു. പിക്കപ്പ് മറിഞ്ഞതിനെ തുടർന്ന് ആളുകൾ ഓടിക്കൂടിയതോടെ വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ജീപ്പിൽ നിന്ന് നിരോധിത പുകയിലുൽപ്പന്നമായ 18 ചാക്ക് ഹാൻസ പിടികൂടിയത്. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പിക്കപ്പിന്റെ പുറകുവശത്തെ ചാക്കുകളിലാക്കി ടാർപ്പായ കൊണ്ട് മറച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പിടികൂടിയ 18 ചാക്ക് ഹാൻസ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസെടുത്ത എരുമപ്പെട്ടി പോലീസ് ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണവും ഓഗസ്റ്റ് 1 നടത്തും. ഉച്ചതിരിഞ്ഞ് 3:30 ചെമ്പൂച്ചിറ വയോജന മന്ദിര ഹാളിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്ത് അംഗം PR ഷാജൻ ഉദ്ഘാടനം ചെയ്യും. KK ശിവരാമൻ അധ്യക്ഷത വഹിക്കും. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി, MSc കമ്പ്യൂട്ടർ സയൻസ്, SC/ST MQRC കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ CAP രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 4 മുൻപായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 9495316534 അല്ലെങ്കിൽ 9495842845. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് CJM അസംഷൻ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക പള്ളിക്കുന്ന് പുതുശ്ശേരി തളിയപ്പറമ്പിൽ ഷെർബിൻ കുര്യൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒല്ലൂർ കാട്ടുകാരൻ കുടുംബാംഗമാണ്. ഭർത്താവ് ബേബി, മക്കൾ വിശാൽ, ബിബിഷ. ഇഞ്ചക്കുണ്ട് മുണ്ടക്കത്തറപ്പിൽ ജോൺ ഭാര്യ റോസക്കുട്ടി അന്തരിച്ചു. സംസ്കാരം നടത്തി. മോളി, ആൻസി, ലില്ലി, ലൈസ, റെജി, അജി എന്നിവർ മക്കളും. ജോയ് ജോസഫ്, ജോസഫ് കുര്യാക്കോസ്, ജോളി ജോസഫ്, ഷൈൻ ജോസഫ്, ആംബൽ റെജി, പ്രിയ അജി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പാറക്കാട് ചോനേടൻ ജോണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലില്ലിയാണ് ഭാര്യ. ലീജ, ലിജി എന്നിവർ മക്കളും. ഡേവിസ്, ടോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ പിക്കപ്പ് വാനിലിടിച്ച് ഒരാൾ മരിച്ചു. ആളൂർ വെള്ളാഞ്ചിയിൽ വീട് കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. ഓട്ട് കമ്പനി തൊഴിലാളികളുടെ ബോണസ് ചർച്ചയിൽ തീരുമാനമായില്ല. ലേബർ ഓഫീസർ ചർച്ച മാറ്റിവെച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ഒരുക്കിയത് ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.